1000 പ്രാവശ്യം ഒരാൾ ചൊല്ലിയിട്ട് വരണം. നാളെ ലൈവിൽ വരുമ്പോൾ ഞാൻ ചോദിക്കും എത്ര എണ്ണം ചെല്ലിയെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന ലാൻഡ് ഫോൺ നമ്പർ എല്ലാവരും എഴുതി വെക്കണം. ഈ ലൈവിന്റെ ഇടയ്ക്കൂടെ തന്നെ ഞാൻ ഇങ്ങനെ വെക്കും. വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ വിളിക്കണം. വിളിക്കുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ കോൾ എടുക്കും, പേരും സ്ഥലവും ചോദിക്കും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും. നാളെ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു ഓഫറാണ്. എന്നുകൊണ്ട് ഇന്ന് നമ്മൾ സമ്മാനം കൊടുക്കാണ്, പൈസ കൊടുക്കാണ് ഇന്ന് തെരഞ്ഞെടുക്കുന്നത്. നാളെ നമ്മൾ പൈസ കൊടുക്കൂല കേട്ടോ, എന്നും പൈസ കൊടുക്കാൻ പറ്റൂലല്ലോ. ഇനി ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹദിയൊക്കെ കൊടുക്കാം, ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ കൊടുക്കാം. ഏതായാലും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കും. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ സമ്മാനം കൊടുക്കുന്നത്? ആവേശത്തിൽ അവർ ദീനിയായ മജ്‌ലിസിലേക്ക് വരാൻ, സ്വലാത്ത് ചെല്ലാൻ, ദിക്ർ ചെല്ലാൻ, അള്ളാഹുമായി അടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ എന്റെ മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ഭാഗ്യവതി ആരാണെന്ന് നോക്കാം. റബ്ബേ, 94,000-ഓളം ആൾക്കാർ, 95,000-ഓളം ആൾക്കാർ ഇപ്പം ഈ പരിപാടി കണ്ടിട്ടുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ നീ സെലക്ട് ചെയ്തത് ആരെയാണ് അല്ലാ? ആരാണ് ആ ഭാഗ്യവതി? ബദരീങ്ങളുടെ കണക്കനുസരിച്ച് 313 രൂപ ഒരു സമ്മാനമായി നമ്മൾ കൊടുക്കുകയാണ്. അല്ലാ, ഈ പൈസ അവരിലേക്ക് നമ്മൾ കൊടുക്കുന്നതോടുകൂടി അവരുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, സാമ്പത്തിക ഉയർച്ച നൽകണേ അല്ലാ, കടങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാ, നിന്റെ സഹായം നൽകണേ അല്ലാ. നാളെ കൂടെ കൊടുക്കല്ലേ, മോശമല്ലേ? നാളെ സ്വലാത്തിന്റെ ദിവസം അല്ലേ? ഇന്ന് ചെല്ലിക്കോൾ ദിക്റല്ലേ പറയുന്നത്, നാളെ സ്വലാത്ത. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെയും ഒരു 313 രൂപ ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റെടുത്തു. ഏതായാലും ഈ ഒരു സമ്മാനം എന്തിനാ ചെല്ലിക്കുന്നത്? നിങ്ങൾ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി, എനിക്ക് നിങ്ങളെ റസൂലുള്ളാഹിയുമായി അടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ സമ്മാനം വെക്കുന്നത്, വേറെ ഒന്നിനല്ല.